ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. എന്ന് പറയുന്ന വിഷയം മഹാസൂര്യഗ്രഹണം, ശനിമാറ്റം, കറുത്ത വാവ് എന്നീ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് മാർച്ച് 29 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് 8 നാളുകാർക്ക് ഉന്നതിയുടെ കൊടുമുടി കയറും എന്നുള്ളതിൽ സംശയമില്ല. അതുമായി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് നടക്കുന്ന സൂര്യഗ്രഹണവും സൂര്യകേന്ദ്രത്തിൽ ശനിയുടെ രാശിമാറ്റം, കറുത്ത വാവ് എന്നീ ഗ്രഹമാറ്റങ്ങളിലൂടെ 2025 സെപ്റ്റംബർ മാസം വരെ 8 നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചകളും വിജയവും ധനധാന്യ സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. പ്രധാനമായിട്ടും ഈ ജാതകർ പ്രതീക്ഷിക്കാത്തൊരവസരത്തിലായിരിക്കും ഓരോ സുവർണകാലവും നേരിടുവാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. ഈ 8 നക്ഷത്രക്കാരും ഓരോ നക്ഷത്ര ജാതകർക്കും ഈ ശുഭഫലങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്ന് ഭവിക്കാം. ഈ പറഞ്ഞ സെപ്റ്റംബർ മാസത്തിനകത്ത് എപ്പോൾ വേണമെങ്കിലും വന്ന് ഭവിക്കാം. അത് ഓരോ നാളുകാരുടെയും ജനന സമയത്തെയും നിലവിലെ ദശ, അന്തർദശ, അപഹാരം എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കും. ഏത് സമയത്തായാലും ഈ അനുഭവങ്ങൾ ജാതകർക്ക് അനുഭവത്തിൽ വരുന്നതാണ്. ഇവിടെ പറയുന്ന 8 നാളുകാർക്കും പലതരത്തിലായിരിക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ചിലർക്കത് കൂടിയിരിക്കും, ചിലർക്കത് കുറഞ്ഞിരിക്കും. ധനപരമായിട്ടുള്ള ഉയർച്ച, തൊഴിൽ പുരോഗതി, ജീവിതത്തിൽ സമാധാനം, സന്തോഷം എന്നിങ്ങനെയുള്ള ഫലങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആദ്യമായി പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഈ ഭരണി നക്ഷത്രം എന്ന് പറയുമ്പോൾ മേടം രാശിയിൽ വരുന്നൊരു നക്ഷത്രമാണ്. മേടം രാശി ആദിത്യൻ്റെ ഉച്ചരാശിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ പുരോഗതികളാണ് വരാൻ പോകുന്നത്. തൊഴിൽ മാറ്റം സംഭവിക്കും. കൂടാതെ പുതിയ തൊഴിൽ മേഖലകളിൽ കഴിവ് തെളിയിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാവും. കഴിവ് തെളിയിക്കുവാൻ സാധിക്കും. ജീവിത നിലവാരം ഉയർന്നു വരും. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. പരീക്ഷകളിലൊക്കെ നല്ല രീതിയിലുള്ള വിജയം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. ഇത്രയും നാളായിട്ട് നിലവിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അനുഭവിച്ചു വന്നിരുന്നിട്ടുള്ള ഒരു അലച്ചിൽ കാര്യങ്ങളൊന്നും നേരെ വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ജീവിത രീതിയൊക്കെ മാറി ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് നയിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. തുടർന്ന് മകയിരം നക്ഷത്ര ജാതകരാണ്. പല രീതിയിലും മകയിരം നക്ഷത്ര ജാതകർക്ക് ധനവരവ് പ്രതീക്ഷിക്കാം. തൊഴിൽ, ബിസിനസ് പുരോഗതി ഉണ്ടാകും എന്നതാണ്. കൂടാതെ തന്നെ അങ്ങനെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നിക്ഷേപം തിരിച്ചു കിട്ടാനും അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നൊരു സമയമാണ്. തൊഴിൽപരമായിട്ട് വന്നു ചേർന്നിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. രേഖാമൂലം തന്നെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. ധനവുമായിട്ട് ബന്ധപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുള്ളൊരു സമയം. അതായത് കുറി, ലോട്ടറി എന്നിവയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ആ രീതിയിലൊക്കെ സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാം. റിയൽ എസ്റ്റേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചകളുണ്ടാവും, ലാഭം വന്നു ചേരും. കൂടാതെ പിന്നെ ഉപരിപഠനത്തിനോ തൊഴിലിനോ വേണ്ടിയൊക്കെ വിദേശത്ത് പോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നടക്കാത്ത ആൾക്കാർക്കൊക്കെ അതൊക്കെ ഈ സമയത്ത് സാധ്യമാകുന്നതാണ്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവയൊക്കെ തിരികെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. തുടർന്ന് വരുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്ര ജാതകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരിക്കും ഇത്. വളരെ ശ്രദ്ധാപൂർവം, വളരെ ബുദ്ധിപൂർവം കാര്യങ്ങളെ നേരിട്ടാൽ വിജയം ഉറപ്പാക്കാവുന്നതാണ്. എടുത്തു പറയുമ്പോൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയും ആത്മാർത്ഥതയുടെയൊക്കെ ഫലമായി വലിയ രീതിയിലുള്ള ബഹുമതികൾ വന്നു ചേരുന്നതായിരിക്കും.
അംഗീകാരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വിദ്യാവിജയം ഉണ്ടാവുന്നതാണ്. തെറ്റുകളൊക്കെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആ തെറ്റുകൾ വന്നു പോയിട്ടുള്ള തെറ്റുകൾ തിരുത്തുവാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും ഈ സമയത്ത്. യുക്തിപൂർവം കാര്യങ്ങളെ നോക്കിക്കണ്ട് പ്രവർത്തിച്ചാൽ ദുഃഖങ്ങളൊക്കെ അകറ്റി നിർത്തി സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. തുടർന്ന് ആയില്യം നക്ഷത്രം. ആയില്യം നാളുകാർക്കും ഈ സമയം സാമ്പത്തിക ഉയർച്ച തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്. ധനപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്നവർക്ക് വളരെ വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. ധനപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചിട്ടി അല്ലെങ്കിൽ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നടത്തുന്ന ബിസിനസ്സുകൾക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും. ഭൂസ്വത്തുക്കൾ കൈവശം വന്ന് ചേരും. തൊഴിൽ പുരോഗതി ഉണ്ടാകും. ഗൃഹം നിർമ്മിച്ചു കൊടുക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ലാഭമുണ്ടാകും. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒക്കെ അധീനതയിലുള്ള സ്വത്തുവകകൾ നോക്കി നടത്തുവാനോ ക്രയവിക്രയ സ്വാതന്ത്ര്യമോ ആയില്യം നാളുകാർക്ക് വന്നു ചേരുന്നതാണ്. ആയില്യം നാളുകാർക്ക് എപ്പോഴും കയ്യിൽ ധനം ഉണ്ടായിരിക്കും എന്ന് തന്നെ പറയാം. ഈ ഒരു സമയം എപ്പോഴും കയ്യിൽ പണം ഉണ്ടായിരിക്കും എന്ന് തന്നെ എടുത്തു പറയാം. തുടർന്ന് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്ര ജാതകർക്ക് ഗൃഹഭാഗ്യവും വാഹനഭാഗ്യവും വന്നു ചേരുന്ന സമയം. കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതിയും പ്രശംസയും ഉണ്ടാകും. പല മേഖലകളിലും നിങ്ങൾക്ക് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ അതുവഴി തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുകയും പുതിയ മേഖലകളിൽ പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായിരിക്കും. ആഗ്രഹ സാഫല്യം വരുന്ന ഒരു സമയം കൂടിയാണ്. കൂടാതെ മാനസികമായിട്ടോ ശാരീരികമായോ ഒക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉത്തമമായ ഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിക്കും എന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. തുടർന്ന് അത്തം നക്ഷത്രമാണ്. നിങ്ങളുടെ അധ്വാനത്തിലൂടെ നേടിയെടുത്തതോ അല്ലെങ്കിൽ അധ്വാനത്തിലൂടെ നേടിയിട്ട് അത് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ കുടുംബപരമായി ലഭിക്കേണ്ടതോ ആയ സ്വത്തുവകകൾ തടസ്സങ്ങളൊക്കെ മാറി രേഖാപൂർവം നിങ്ങളിൽ വന്നു ചേരുന്നതായിരിക്കും. അങ്ങനെയുള്ളൊരു സമയമാണ്. മംഗളകരങ്ങളായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ജാതകർക്ക് വേണ്ടപ്പെട്ടവർക്കോ വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. അതായത് അവരുടെ രോഗാവസ്ഥയ്ക്ക് ശമനം ഉണ്ടാകും എന്നുള്ളതാണ്. ആരോഗ്യം പഴയ രീതിയിൽ തിരികെ ലഭിക്കും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. സകല നിയന്ത്രണങ്ങളും മാറി നിക്ഷേപങ്ങൾ തിരികെ ലഭിക്കും. സന്താനങ്ങളാൽ അഭിമാനം ഉണ്ടാകും. സന്താനഭാഗ്യം ഉണ്ടാവുകയും ചെയ്യുന്നൊരു സമയമാണ്. ശമ്പള വർധനവോടുകൂടി തൊഴിൽ കയറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണിത്. തുടർന്ന് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്ര ജാതകരുടെ എല്ലാ വിഷമാവസ്ഥകളും അവസാനിച്ച് ജീവിതപരമായ ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് നടത്തുന്നവർക്ക് നല്ല വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിലവിലെ ബിസിനസ്സിൻ്റെ ശാഖകൾ തുറക്കുവാൻ സാധിക്കും. ഇറക്കുമതി കയറ്റുമതി, ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഒക്കെ തുടങ്ങിയ ബിസിനസ്സിൽ നിൽക്കുന്നവർക്ക് അവരുടെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും അവരുടെ പ്രോഡക്റ്റുകൾ കൃത്യസമയത്ത് വിതരണം നടത്തുവാൻ സാധിക്കുകയും ചെയ്യും. സന്താനഭാഗ്യം വന്നു ചേരുന്നൊരു സമയമാണ്. സന്താനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഔഷധ സേവയിൽ ഫലങ്ങളുണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. തൊഴിലുന്നതി, ധനലാഭം എന്നിവ വന്നു ചേരുന്നതുമായിരിക്കും. തുടർന്ന് തിരുവോണ നക്ഷത്രം. ഈ തിരുവോണ നക്ഷത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ജാതകർ മുൻ വർഷങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയവരാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ ജീവിച്ചു വന്നവരാണ്. എന്നാൽ ഈ സമയം ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ബിസിനസ്സിൽ നിന്ന് വൻ സാമ്പത്തിക നേട്ടമുണ്ടാകും. ഭാര്യയ്ക്കോ ഭർത്താവിനോ വന്നിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. സന്താനങ്ങളാൽ അഭിമാനം ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. കടബാധ്യതകളൊക്കെ തീർക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും.
പ്രതീക്ഷിക്കാത്ത ഉയർച്ചകളാണ് തിരുവോണ നക്ഷത്ര ജാതകർക്ക് കൈവരാൻ പോകുന്നത്. എല്ലാ രീതിയിലും പോസിറ്റീവായ കാര്യങ്ങളാണ് നടക്കുവാൻ പോകുന്നത്. വാഹനം, വിവാഹം, ഗൃഹം, ബന്ധുബലം, തൊഴിൽ എന്നീ എല്ലാ കാര്യങ്ങളിലും പുരോഗതി വന്നു ചേരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ രീതിയിലാണ് സൂര്യഗ്രഹണം, ശനിമാറ്റം, കറുത്തവാവ് എന്നീ പ്രതിഭാസം സംഭവിക്കുമ്പോൾ 8 നക്ഷത്ര ജാതകർക്കും വരുന്ന ശുഭഫലങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.